പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പേര്, വിശ്വാസ ജീവിതത്തിന്, ആത്മീയ തലത്തിന് ഇങ്ങനെ ഒരു കുട പോലെ നിൽക്കുന്ന ഒരടിസ്ഥാനം കണക്ക് നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഒരു പേര്, അപ്പസ്തോലനായ വിശുദ്ധ തോമസ് അപ്പസ്തോലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം, ദുക്രാനി എന്നൊക്കെ പേരിൽ, തോറാൻ എന്നൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ വളരെ പേരെടുത്ത പാരമ്പര്യമായിട്ടിങ്ങനെ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരുനാൾ. വിശുദ്ധ തോമസ് അപ്പസ്തോലൻ വഴിമാറി നടന്ന ഒരു ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ തലക്കെട്ടിലൊരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന സമയത്ത് അവിടെ അവരോട് കൂടെ ഉണ്ടാവാതിരുന്നത് കൊണ്ടൊക്കെയുള്ള ഓർമ്മയിൽ നിന്നുണ്ടായിരുന്നു. എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെയുള്ളതിന് പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ മനുഷ്യന് ധൈര്യം ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമാണ്. ഈ നമുക്ക് ഇല്ലാതെ പോകുന്ന ഈ ഒരു ധൈര്യത്തെ ഓർത്തിട്ടാണ് ഇപ്പോഴും ക്രൈസ്തവർ പലയിടങ്ങളിലും അപമാനിക്കപ്പെടുന്നത്. നീശ കണക്കുള്ള മനുഷ്യർ ഈ ഒരു ഭീരുത്വത്തെ ചൊല്ലിയാണ് നമ്മളെ വെല്ലുവിളിച്ചത്. ആകെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുള്ളൂ. ആ ക്രിസ്ത്യാനിയെ അവർ കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരെല്ലാം ഭീരുക്കളാണെന്ന് പറയണേ. പക്ഷേ ഈ മനുഷ്യന് ധൈര്യം ഉണ്ടായിരുന്നു. നമുക്കും അവനോടൊപ്പം പോകാം, അവനോട് കൂടെ മരിക്കാം. ഈശോ ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ പത്രോസ്ലീഹയെ അടക്കം നിനക്ക് ഈ വഴി വേണ്ട എന്ന് ഉപദേശിക്കുമ്പോൾ സ്നേഹം കൊണ്ടാണെന്നൊക്കെ നമുക്കും അറിയാം. പക്ഷെ കർത്താവ് അത് തിരുത്തുന്ന കാര്യമൊക്കെ നമ്മൾ കാണും. എന്തായാലും ആ സമയത്ത് തോമസ്ലീഹ പറയാണ്, നമുക്ക് അവനോട് കൂടെ പോവാം, അവനോടൊപ്പം മരിക്കാം. ഐ ആം റെഡി ടു കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈ ഒരു വാക്കുണ്ടല്ലോ, നിസ്സാരമല്ല. ഈശോ ഇങ്ങനെ ഒപ്പം പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ, ആള് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഒരു റൈഡിന് വേണ്ടിയിട്ട് വണ്ടി കയറിയിരിക്കുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒന്നും അറിയാതെയാണ്, ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതൊന്നും അറിയാതെയാണ് കയറി ഇരുന്നതെങ്കിലും ഓടിച്ചോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ ഇത് വലിയൊരു ശക്തിയാണ്. ആരും കൂടെ നിൽക്കില്ലായിരുന്നു, എല്ലാവരും കളിയാക്കുമായിരുന്നു, പേടിയായിരുന്നു, മാറി നിൽക്കുമായിരുന്നു. അന്നത്തെ ഒരു ഓട്ടം ഇത്തിരി ദീർഘമായിട്ടുള്ളൊരു ഓട്ടമായിരുന്നു. കർത്താവിന് അങ്ങനത്തെ ശക്തിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കൂടെ നിൽക്കാമെന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അത് തീർച്ചയായും ധീരമായിട്ടുള്ളൊരു നിലപാടായിരുന്നു ഈശോയുടെ ഒപ്പം നിൽക്കാനായിട്ടുള്ളത്. അത് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള വഴിയിലേക്ക് കൊടുത്തൊരു പുഷ് ഉണ്ടാവും ഉറപ്പായിട്ട്. നമുക്കും അവനോട് കൂടെ പോകാം, അവനോടൊപ്പം മരിക്കാം. ഇങ്ങനെ കർത്താവിനോട് കൂടെ മരിക്കാൻ വരെ തീരുമാനിച്ച ഒരാളുടെ മുൻപിൽ കർത്താവ് പ്രത്യക്ഷപ്പെടാതിരിക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ആ ഒരു വലിയ പ്രയാസം, ഒരു കുഞ്ഞുങ്ങളുടെ കണക്കുള്ളൊരു വാശി നമ്മൾ കാണും. എൻ്റെ മുമ്പിൽ കർത്താവ് വന്നില്ലല്ലോ, അവനെ നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കില്ല, അവൻ്റെ മുറിപ്പാടുകളിൽ വിരലിടാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈശോയുടെ വലിയൊരു കരുതൽ കാണും. ഈ കുഞ്ഞുങ്ങളുടെ കണക്ക് വാശി പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ മുൻപിൽ അയാളെ ശിക്ഷിക്കാനല്ല കർത്താവ് ശ്രമിക്കുന്നത്, നേരെ മറിച്ച് അയാളുടെ വാശിക്ക് വശംവദനാകുന്നൊരു ഈ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ വരാം. ആളുടെ മുൻപിൽ ആളുള്ളപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, തോമസ്ലീഹ പറഞ്ഞ അതേ കാര്യങ്ങൾ കർത്താവ് പറയുന്നത്, നീ വാ, എൻ്റെ മുറിവുകളാണ്, എൻ്റെ മുറിവുകളിൽ വിരലിട്. സ്വന്തം മുറിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊണ്ട് നിൽക്കുന്ന ക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട്, ഷെയർ ചെയ്യാനായിട്ട് മടിക്കണ്ടെന്നൊക്കെയാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തിനാ നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? കൂടെ തന്നിരിക്കുന്നവരുടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്താൽ തീരാവുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേറെ ഒരിടത്തും പോകണ്ട, അമ്മയുടെ അടുത്ത് നിന്ന് കൂടെ. അതെത്ര വലിയ മക്കളാണെങ്കിലും പ്രയാസങ്ങളൊന്ന് പറഞ്ഞുകൂടെ? ഇനിയിപ്പോൾ ആൺകൊച്ചുങ്ങളാണെങ്കിൽ അപ്പൻ്റെ കൂടെ നിന്ന് സംസാരിച്ചുകൂടെ? പരസ്പരം സഹോദരങ്ങൾക്ക് പ്രയാസങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ? മുറിവുകളിങ്ങനെ ഉള്ളിലെ വെച്ച് കെട്ടി പഴുപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തണേ. ഇങ്ങനെ സ്വന്തം മുറിവുകൾ കാണിച്ച് നിൽക്കുമ്പോൾ വരുന്ന വലിയൊരു മാറ്റം കാണണം തോമസ്ലീഹയിലെ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഇനിയൊന്നും പറയാനില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ഉള്ളിൽ അയാൾ കൊണ്ടു നടക്കുന്ന മുറിവുകൾ നമ്മൾ കണ്ടാൽ പിന്നെ അയാളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് നോക്കി നിലവിളിക്കാനല്ലാതെ പറ്റില്ല നമുക്ക്. ഇപ്പോൾ നമ്മൾ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് ദേഷ്യം തോന്നിയിരിക്കുന്ന,
നമ്മളിപ്പോൾ ഒടക്കിലായിരിക്കുന്ന ആളുകളേക്ക് ഒന്ന് സംസാരിച്ചു നോക്ക്. അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്ന് അറിഞ്ഞു നോക്ക്. അവരുടെ വലിയ ബുദ്ധിമുട്ടുകളിൽ അവരെ ഒന്ന് കേട്ടു നോക്ക്. അവരുടെ ഈ വടുക്കൾ നമ്മളെ കരയിപ്പിക്കും. എൻ്റെ കർത്താവ് അവരെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശങ്ങളിലേക്ക് നോക്കി, കർത്താവ് ഇത്രയും വലിയ പ്രയാസങ്ങളാണ് ഇവരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു പോകും. നമ്മൾ അന്ന് കണ്ട ഒരു മൂവി സീനുണ്ട്. അതിനകത്ത് ബസ്സിൽ പോകുന്ന ഒരു കൂട്ടം, അതിനകത്ത് കുറേ കോളേജ് പിള്ളേരൊക്കെ ഉണ്ട്. ആഘോഷപൂർവ്വം അവർ ആ ഒരു നാട്ടുപാതയിലൂടെയൊക്കെ ബസ് പോകുന്നുണ്ട്, ഒരു മലഞ്ചെരുവിലൂടെയൊക്കെ. അപ്പോൾ ഈ ഒച്ച ഉണ്ടാക്കുന്നവരോട് ഒരു മനുഷ്യൻ കിടന്ന് തിരിച്ചൊച്ച ഉണ്ടാക്കും, നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ? വല്ലാത്ത ദേഷ്യം, എന്ത് ചെയ്താലും ദേഷ്യം ഇയാൾക്ക്. എല്ലാവർക്കും ഇയാളെ കൊണ്ട് മടുക്കുന്നുണ്ട്. അവസാനം ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ബസ്സൊക്കെ നിർത്തി കൊടുക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, വേഗം പൊക്കൂടെ, ഇവിടെ നിന്ന് സ്റ്റോപ്പില്ലാത്തതല്ലേ, അപ്പോൾ ആരെങ്കിലും കയറ്റുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യത്തില്ല. ഒരു വഴി ഇങ്ങനെ പോകുമ്പോൾ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ വണ്ടി നിർത്താൻ ഇയാൾ ഒച്ച ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു, അവിടെ നിർത്തണ്ട, ഇയാൾക്ക് നിർത്തി കൊടുക്കണ്ട, ഇയാൾ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ ഒച്ച ഉണ്ടാക്കിയതല്ലേ. അയാൾ അപ്പോൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൗട്ടിങ്ങിൽ വണ്ടി നിർത്തുന്നു. അയാൾ ചാടി ഇറങ്ങി നോക്കുമ്പോൾ ഒരു മരണവീടാണ്. അതിനകത്തൊരു കുഞ്ഞിൻ്റെ മൃതദേഹം കിടത്തിയിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇയാൾ ഓടി കരച്ചിലോടുകൂടി ചെല്ലുമ്പോൾ ഈ ബസ്സിനുള്ളിലിരിക്കുന്ന ആളുകളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് ഒച്ചയുണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് ഇയാൾ പ്രയാസപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഷൗട്ട് ചെയ്തത്. ഉള്ളിലൂടെ അയാളുടെ മുറിവുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ ഓർത്ത് കരയാനല്ലാതെ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റില്ല. വേറൊരിടത്തേക്കും പോകണ്ട, വീടിനുള്ളിലുള്ളവരുടെ മുറിവുകളെ ഒന്ന് കാണാൻ നോക്കും. ഒപ്പമുള്ളവരുടെ ജീവിതത്തിന് മുന്നിലെ സ്വന്തം മുറിവുകൾ കാണിക്കാൻ മടി കാണിക്കാതിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ ബന്ധം കുറെ കൂടി ആഴമുള്ളതാവും. പരസ്പരം ചേർത്ത് പിടിച്ച് ആകാശങ്ങളിലേക്ക് നോക്കി മിഴികൾ നിറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് മാറും. ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം, ഞങ്ങളുടെ ഈ നിലവിളിയിൽ വിശ്വാസത്തിൻ്റെ ആഴം മാത്രമല്ല, മറ്റുള്ളവരുടെ മുറിവുകൾക്ക് വേണ്ടി കൂടെയുള്ള പ്രാർത്ഥനയും ആശീർവാദം നൽകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുറിവുകൾ ഇങ്ങനെ വേദന മാത്രമാണ് നൽകുന്നതെന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? അത് മറ്റൊരാളുടെ മുൻപിൽ സ്നേഹപൂർവ്വം ഷെയർ ചെയ്യുമ്പോൾ, അതിലേക്ക് ഒരാൾക്ക് പ്രാർത്ഥനയോടുകൂടെ നോട്ടം കിട്ടുമ്പോൾ, ആ മുറിവുകൾ നമ്മളുടെ ബന്ധങ്ങളെ ആഴപ്പെടുത്തുക തന്നെ ചെയ്യും. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.